ചീട്ട് കളിക്കാൻ മാത്രമുള്ളതാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. അവ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ കലണ്ടർ തന്നെയാണ്. എന്തുകൊണ്ടാണ് അതിൽ 52 കാർഡുകളുള്ളത്? ഓരോ കാർഡും വർഷത്തിലെ ഓരോ ആഴ്ചയെ പ്രതിനിധീകരിക്കുന്നു. 4 സൂട്ടുകൾ 4 ഋതുക്കളെ സൂചിപ്പിക്കുന്നു. ഓരോ സൂട്ടിലെയും 13 കാർഡുകൾ ഒരു ഋതുവിലെ 13 ആഴ്ചകളുമായി ഒത്തുപോകുന്നു. ജേജിന് 11, ക്യൂന് 12, കെന് 13 എന്നിങ്ങനെ കണക്കാക്കിയാൽ കാർഡുകളുടെ ആകെത്തുക 364 ആകും. അതിനോടൊപ്പം ഒരു ജോക്കർ കൂടി ചേർത്താൽ 365 ദിവസങ്ങൾ ലഭിക്കും. മറ്റൊരു കിങ് കൂടി ചേർത്താൽ അത് അതിവർഷം 366 ദിവസങ്ങളാകും. ഈ സൂട്ടുകൾക്ക് പോലും പ്രതീകാത്മകമായ അർത്ഥങ്ങളുണ്ട്. സ്പെയ്ഡ്സ് യോദ്ധാക്കളെയും, ഹാർട്ട്സ് ചർച്ചിനെയും, ഡയമണ്ട്സ് വ്യാപാരികളെയും, ക്ലബ്സ് കർഷകരെയും പ്രതിനിധീകരിക്കുന്നു. മൈനസ് ഇത് മധ്യകാല സമൂഹത്തിലെ 4 സാമൂഹിക വിഭാഗങ്ങളെയാണ് കാണിക്കുന്നത്. ചുവപ്പ് പകലിനെയും കറുപ്പ് രാത്രിയെയും സൂചിപ്പിക്കുന്നു. വെളിച്ചവും നിഴലും ഒരുമിച്ച് നെയ്തെടുത്ത ഒരു ഡെക്ക്. കാർഡുകൾ ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ കളിക്കുകയല്ല, മറിച്ച് ഒരു വർഷം മുഴുവൻ നിങ്ങളുടെ കൈകളിൽ പിടിക്കുകയാണ് ചെയ്യുന്നത്. സമയത്തിന്റെയും ക്രമത്തിന്റെയും ഭാവനയുടെയും നിശബ്ദമായ ഒരു വ്യവസ്ഥിതി. ഒരു കളിപ്പാട്ടം എന്ന് തോന്നിക്കുന്ന ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പണ്ട് ഈ ലോകത്തെ എങ്ങനെ മനസ്സിലാക്കിയിരുന്നു എന്നതിന്റെ കോഡ് ചെയ്ത ഒരു മാപ്പാണ്. ഇതിലെ ഓരോ കാർഡ് എടുക്കലിലും ആ കളിയേക്കാൾ പഴക്കമുള്ള ഒരു താളം ഒളിഞ്ഞിരിപ്പുണ്ട്. ഗ്രാൻഡ്പയെ നിങ്ങളുടെ സ്വന്തം മുത്തശ്ശനായി കണ്ട് ഫോളോ ചെയ്യണേ.